കാരണം സുഹൃത്തുക്കളെ 30 ഡേയ്സ് സ്റ്റാൻഡിന്റെ 16ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് നോക്കാം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആർ മിശ്രയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആർ മിശ്ര. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. സാമ്പത്തിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് UNEP വിശേഷിപ്പിച്ചത് ആരെയാണ്? MS സ്വാമിനാഥനെയാണ്. ജൈവവൈവിധ്യം എന്ന പദം ആദ്യം കൊണ്ടുവന്നത് വാൾട്ടർ ജി റോസൻ ആണ്. ജൈവവൈവിധ്യം എന്ന പദം കൊണ്ടുവന്നത് ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. മനസ്സിലാകുന്നുണ്ടോ? ജൈവവൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി എന്ന പദം കൊണ്ടുവന്നത്. ഇനി ഉൽപാദകരാണ് ഏതിൽ വരുന്നത്? ഒന്നാം പോഷണ തലത്തിൽ വരുന്നത് ആരാണ്? ഉൽപാദകരാണ് ഒന്നാം പോഷണ തലത്തിൽ. ഉൽപാദകർ പറയുമ്പോൾ ആരാണ് ഇവിടെ വരിക? ഹരിത സസ്യങ്ങൾ അല്ലെ? ഹരിത സസ്യങ്ങളാണ് ഒന്നാം പോഷണ തലത്തിൽ വരുന്നത്. എങ്കിൽ രണ്ടാമത്തെ പോഷണ തലത്തിൽ ആരാ വരുന്നത്? അത് പ്രാഥമിക പ്രാഥമിക ഉപഭോക്താക്കൾ ആണ്. പ്രാഥമിക ഉപഭോക്താക്കൾ ആണ് രണ്ടാം പോഷണ തലത്തില് വരുന്നത്. എങ്കിൽ ദ്വിതീയ ഉപഭോക്താക്കൾ ഏതിൽ വരും? മൂന്നാം പോഷണ തലത്തിൽ വരും. ഇനി തൃതീയ ഉപഭോക്താക്കളാണ് ഏതിൽ വരുന്നത്? നാലാമത്തെ പോഷണ തലത്തിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആർ മിശ്ര. ഇക്കോളജിയുടെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. പിന്നെ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാ പറഞ്ഞ? ആർ മിശ്ര അല്ലെ? സാമ്പത്തിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് UNEP വിശേഷിപ്പിച്ചത് ആരെയാണ്? MS സ്വാമിനാഥനെയാണ്. ജൈവവൈവിധ്യം എന്ന പദം കൊണ്ടുവന്നത് വാൾട്ടർ ജി റോസൻ. ഉൽപാദകർ അതായത് ഹരിത സസ്യങ്ങൾ ഒന്നാം പോഷണ തലത്തിലും പ്രാഥമിക ഉപഭോക്താക്കൾ രണ്ടാം പോഷണ തലത്തിലും ദ്വിതീയ ഉപഭോക്താക്കൾ മൂന്നാം പോഷണ തലത്തിലും തൃതീയ ഉപഭോക്താക്കൾ നാലാം പോഷണ തലത്തിലുമാണ് ഉൾപ്പെടുന്നത്. ഇനി വംശനാശം സംഭവിച്ച ജീവികൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? വംശനാശം സംഭവിച്ചു കഴിഞ്ഞതൊക്കെയാണ് കോക, ഡോഡോ പക്ഷികള്, സഞ്ചാരിപ്രാവ്, കടൽ പശു. കടലല്ല, കടൽ പശു കേട്ടോ. വംശനാശം സംഭവിച്ച ജീവികൾക്ക് ഉദാഹരണമാണ്. വംശനാശം സംഭവിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? കോക, ഡോഡോ, സഞ്ചാരിപ്രാവ്, കടൽ പശു. ഇതൊക്കെ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇനി വംശനാശ ഭീഷണി നേരിടുന്നതാണ് മലമുഴക്കി വേഴാമ്പലം, സിംഹവാലൻ കുരങ്ങ്, വരയാട്, മലബാർ വെരുക്. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് ഉദാഹരണമാണ്. മലമുഴക്കി വേഴാമ്പൽ, സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലിയിലല്ലേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? നമ്മുടെ കേരളത്തിന്റെ ദേശീയ പക്ഷിയാണ് ഇത് സംസ്ഥാന പക്ഷിയാണ് ഇത് മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത് അല്ലെ? എരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാടിന്റെ അല്ലെ? മലബാർ വെരുക്. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് ഉദാഹരണമാണ്. ആഗോള താപനത്തിന് കാരണം എന്താണ്? ആഗോളതാപനത്തിന് കാരണമാകുന്നത് ഏതാണ്? ഹരിതഗൃഹ പ്രഭാവമാണ് അല്ലെ? ഹരിതഗൃഹ പ്രഭാവമാണ്. എന്താണ് ഈ ആഗോളതാപനം എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ താപനില ക്രമാതീതമായിട്ട് ഉയരുന്ന അവസ്ഥ അല്ലെ? ഭൂമിയുടെ താപനില ക്രമാതീതമായിട്ട് ഉയരുന്ന അവസ്ഥയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. അതിന് കാരണമാകുന്നത് ഹരിതഗൃഹ പ്രഭാവമാണ്. അപ്പൊ എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞാൽ? ഭൂമിയിൽ നിന്നും എന്ത് ചെയ്യും? കിരണങ്ങൾ തിരിച്ചു പോകും അല്ലെ? ഭൂമിയിൽ പതിക്കുന്ന കിരണങ്ങൾ തിരിച്ചു പോകും അല്ലെ? ആ താപകിരണങ്ങൾ എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്നും തിരിച്ചു പോകുന്ന താപകിരണങ്ങൾ ഭൂമിയിൽ തിരിച്ചു തന്നെ എത്തുന്ന പ്രതിഭാസമാണ് ഏത്? ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുമ്പോൾ ഹരിതഗൃഹ പ്രഭാവത്തിന് അനുഭവപ്പെടുന്നത് ഏതൊക്കെ വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ നീരാവി ഉണ്ട്, മീഥെയ്ൻ ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും പഠിച്ചു വെക്കണം. മീഥെയ്ൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC അല്ലെ? CFC ട്ടോ, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ. അപ്പൊ ആഗോള താപനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഭൂമിയുടെ താപനില ക്രമാതീതമായിട്ട് കൂടുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് ഏത്? ആഗോള താപനം എന്ന് പറയുന്നത്. എങ്കിൽ എന്താണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്? ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന താപകിരണങ്ങൾ ഭൂമിയിൽ തന്നെ തിരിച്ചെത്തുന്ന ഒരു പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയാം. ഇനി അതേപോലെ അവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണേ. ആഗോള താപനത്തിന്റെ ഫലമായിട്ട് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ആദ്യ ജീവി ഏത്? ഭൂമിയിൽ നിന്നും ആഗോള താപനം മൂലം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ആദ്യത്തെ ജീവിയാണ് ഏത്? സ്വർണ്ണത്തവള ട്ടോ. ഏതാണ്? സ്വർണ്ണത്തവള.
അടുത്തത് അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ അതായത് സൾഫർ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡുമാണ് അമ്ലമഴയ്ക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങളാണ് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡും. ഇതെന്ത് ചെയ്യും? ഇതുകൊണ്ട് എന്താ ചെയ്യുക? ഈ വാതകങ്ങൾ അമ്ലവാതകങ്ങൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ കലരും. അന്തരീക്ഷത്തിൽ കലരുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ അത് ജലത്തിൽ ലയിച്ചിട്ട് എന്താകും? ഈ വാതകങ്ങൾ എന്തൊക്കെ ആയിട്ട് മാറും? സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമായിട്ട് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് കേട്ടോ. അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ആണ്. ഈ സൾഫർ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ കലരും. ആ കലരുന്ന സമയത്ത് എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ കലരുന്ന സമയത്ത് എന്ത് ചെയ്യും? മഴ പെയ്യും. ആ മഴ പെയ്യുന്ന സമയത്ത് ജലം വരും അല്ലെ താഴേക്ക്. ആ ജലത്തിൽ എന്ത് ചെയ്യും? ഇത് അലിഞ്ഞു ചേരും. അപ്പൊ അലിഞ്ഞു ചേരുന്ന സമയത്ത് ഈ വാതകങ്ങൾ എന്തായി മാറുകയാണ്? അവിടെ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമായിട്ട് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് ഇത് അമ്ലമഴ എന്ന് പറയുന്നത് കേട്ടോ. ആസിഡ് റെയിൻ. ഇനി സസ്യങ്ങളുടെ അമിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? സസ്യങ്ങളുടെ അമിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? യൂട്രോഫിക്കേഷൻ ആണ്. എന്താണ്? യൂട്രോഫിക്കേഷൻ. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. സസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം യൂട്രോഫിക്കേഷൻ ആണ്. ഇനി ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ വെരി ഇമ്പോർട്ടന്റ് സ്റ്റാർ ഇട്ട് വെക്കുന്നു പഠിച്ചോ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് റേച്ചൽ കേഴ്സൺ ആണ്. ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ നിശബ്ദ വസന്തം അല്ലെ എന്താണ്? സൈലന്റ് സ്പ്രിംഗ് അല്ലെ. സൈലന്റ് സ്പ്രിംഗ് വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്, അതായത് നിശബ്ദ വസന്തം. എഴുതിയതും റേച്ചൽ കേഴ്സൺ ആണ്. ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? DDT ആണ് അല്ലെ. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ ഒരു വിഷവാതകമാണ് കേട്ടോ DDT എന്ന് പറയുന്നത്. അത് നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ നിശബ്ദ വസന്തം. 3 പ്രീവിയസ് ചോദ്യമാണ്. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന റേച്ചൽ കേഴ്സൺ ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ബുക്കാണ് നിശബ്ദ വസന്തം, അതായത് സൈലന്റ് സ്പ്രിംഗ്. അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് ഏത്? നിശബ്ദ വസന്തം, അതായത് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇൻസിറ്റു കൺസർവേഷൻ. എന്തൊക്കെയാണ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം വരുന്നത്? എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുക അല്ലെ. ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ ജീവികളെ എന്ത് ചെയ്യാണ്? ജീവജാലങ്ങളെ എന്ത് ചെയ്യാണ്? അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇൻസിറ്റ് ഇന്നാണ്, ഉള്ളിലാണ് അല്ലെ. ഇന്ന് പറയുമ്പോൾ എന്താ? ഉള്ളിൽ അല്ലെ. സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളൊക്കെ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണം എന്തൊക്കെയാണ്? വന്യജീവി സങ്കേതം, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവ്, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. എങ്കിൽ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണം എന്താണ്? എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങളുടെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത്. അവിടെ നമ്മൾ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് അകത്ത് എന്ന് പറയും. എന്നാൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യാണ്? പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ്, ജീവജാലങ്ങളെ പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക് ഒക്കെ എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, ജീൻ ബാങ്ക് എന്നിവ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഓക്കെ ആണോ? ഓരോരോ പദ്ധതികൾ നോക്കാം കേട്ടോ. ഉഷസ് എന്തിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഉഷസ് എന്ന പദ്ധതി? നമ്മുടെ കേരളത്തില് നഗരചേരികൾ കേട്ടോ. ഉഷസ് ഇത് പ്രീവിയസ് ചോദ്യമാണ്. പഠിക്കണ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പദ്ധതികളും പ്രീവിയസ് ചോദ്യമാണ്. നഗരചേരികളിലെ, ഗ്രാമമല്ല കേട്ടോ. എന്താണ്? കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഉഷസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നഗരചേരിയാണ് കേട്ടോ. നഗരചേരിയാണ്. നഗരചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാർക്ക് ആരോഗ്യ സംരക്ഷണത്തിന് കേട്ടോ, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആരോഗ്യ വകുപ്പ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഉഷസ്. ഇനി എന്താണ് ഭൂമിക എന്നത്? ഭൂമിക ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക്
ഇരയാകുന്നവർക്ക് കേട്ടോ, ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യപരിശോധന നൽകുന്നതാണ്. വൈദ്യപരിശോധന നൽകുന്ന പദ്ധതിയാണ് ഇത് ഭൂമിക എന്ന് പറയുന്നത്. ഇനി സാന്ത്വനം എന്താണ്? കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതി. കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തിയിട്ട് പരിചരിക്കുന്ന പദ്ധതി, വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് ഒരു സാന്ത്വനം അല്ലെ. ഒരു സാന്ത്വനം കൊടുക്കണം അല്ലെ. കിടപ്പിലാവുന്ന രോഗികൾക്ക് എന്ത് കൊടുക്കണം? ഒരു സാന്ത്വനം കൊടുക്കണം അല്ലെ. വീട്ടിലെത്തിയിട്ടൊക്കെ എന്ത് ചെയ്യണം? ഒരു സാന്ത്വനം കൊടുക്കണം അല്ലെ. ചിലവിടെ അല്ലെ നാട്ടിൻപുറത്തൊക്കെ എന്താ സംഭവിക്കുക? അസുഖങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെത്തി സാന്ത്വനിപ്പിക്കാൻ പോകും അല്ലെ. സാന്ത്വനിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? മേലോട്ട് പോകും അല്ലെ. ആ രീതിയിലൊക്കെ ഒരു സാന്ത്വനം ഉണ്ട്. അതങ്ങനെയല്ല. ഇതെന്താണ്? കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന ഒരു സാന്ത്വനാണ് സാന്ത്വനം. ഇനി എന്താണ് ഒരു ആശ്വാസ കിരണം? ആശ്വാസം എന്താണ്? അത് കിടപ്പിലാകുന്ന രോഗികളുണ്ടല്ലോ. അപ്പൊ ഇവിടെ കൊടുക്കുന്നുണ്ട്, കിടപ്പിലാകുന്ന രോഗികൾ ഉണ്ടാകുമല്ലോ, അവരെ നോക്കുന്നവർക്ക് എന്ത് ചെയ്യണം? പ്രതിമാസ പെൻഷൻ. ഓക്കെ, എന്താണ്? പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ഏത് ആശ്വാസ കിരണം എന്ന് പറഞ്ഞ. അപ്പൊ സാന്ത്വനം കൊടുക്കുക പറയുമ്പോൾ ഒന്ന് മനസ്സിൽ കാണും, ഒരാളെ കട്ടിൽ കിടക്കുന്നു, വയ്യാതെ കിടക്കുന്നു, അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുന്ന പോയി പരിചരിക്കുന്ന ഒരു പദ്ധതിയാണ് സാന്ത്വനം. ഇനി അങ്ങനെ ഒരു പരിചരിക്കുന്നവർക്ക് ഒരു പെൻഷൻ കൊടുത്താലോ? ഓക്കെ, ഒരാൾ പോയി അങ്ങനെ എന്നും അവരെ നോക്കുന്നവർക്ക് ഒരു പെൻഷൻ കൊടുത്താലോ? അതാണ് എന്ത്? ഒരു ആശ്വാസം ആയില്ലേ. പരിചരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ആശ്വാസം കൂടി ആയില്ലേ അവർക്ക്. ആശ്വാസ കിരണം എന്താണ്? പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക്. അടുത്തത് എന്താണ്? മെഡിസെപ്പ്. ഓക്കെ, നാളെയൊക്കെ നിങ്ങൾ ഇതിലേക്ക് അർഹരാകാൻ പോകുന്ന ഓരോരുത്തരുമാണ് അല്ലെ. മെഡിസെപ്പിൽ അംഗമാകാൻ പോകുന്ന ആൾക്കാരാണ് അല്ലെ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഗവൺമെന്റ് ജീവനക്കാർക്ക്. ആർക്കാണ്? ഗവൺമെന്റ് ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നാളെ നിങ്ങൾ ഓരോരുത്തരും എന്താണ്? മെഡിസെപ്പിൽ ഒരു അംഗമാണ് അല്ലെ. ഗവൺമെന്റ് ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഗവൺമെന്റ് ജീവനക്കാർക്ക് അതുപോലെ പെൻഷൻകാരൊക്കെ ഉണ്ടാകുമല്ലോ. ഗവൺമെന്റ് ജീവനക്കാർക്ക് അതുപോലെ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടുള്ള പെൻഷൻകാർക്കൊക്കെ എന്ത് ചെയ്യണത്? ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വിമുക്തി? ലഹരി വിമുക്തമാക്കുക എന്നത് അല്ലെ. കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്നതാണ് വിമുക്തിയുടെ ലക്ഷ്യം. ഓക്കെ, ഇനി എന്താണ് സുബോധം? ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതി. ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തണം അല്ലേ. അല്ലെങ്കിൽ ലഹരി കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താകും? ബോധമില്ലാതാകും, സബോധം പോകും അല്ലേ. സുബോധം ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ് കേട്ടോ. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയാണ് സുബോധം. ഇനി എന്താണ് കളിക്കൂട്ടം? ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉണ്ടാകുമല്ലോ. കളിക്കൂട്ടം എന്താണ് മക്കളെ? ഓട്ടിസം ബാധിച്ചത് കേട്ടോ. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യണ? അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാകുമല്ലോ. അതിനെയൊക്കെ കണ്ടെത്തിയിട്ട് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷാ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് അവരുടെ കഴിവുകളെയൊക്കെ പുറത്തെടുത്ത് എന്താ പറയാ, അവരെ പ്രോത്സാഹിപ്പിക്കണം അല്ലേ. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഇത് കളിക്കൂട്ടം എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്പെക്ട്രം? അതും എന്താണ്? ഓട്ടിസം ബാധിതർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പെക്ട്രം എന്താണ്? ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഏത്? സ്പെക്ട്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പഠിച്ചോ? മെഡിസെപ്പ് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. നാളെ ഗവൺമെന്റ് ജീവനക്കാരിൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് വേണ്ടി ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. വിമുക്തി, കേരളത്തെ ലഹരി വിമുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. വിമുക്തമാക്കുക. സുബോധം, അതായത് മദ്യപാനികൾക്ക് എന്ത് ചെയ്യണം? സ്വബോധത്തോടെ പെരുമാറാൻ അവർക്ക് ബോധവൽക്കരണം നടത്തണം അല്ലേ. ലഹരി ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ബോധവൽക്കരണം കൊടുക്കണം. അപ്പോൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം. കളിക്കൂട്ടം അല്ലെ, കളിക്കുകയാണ് അല്ലേ. അതായത് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെയൊക്കെ സർഗ്ഗശേഷി കണ്ടെത്തിയിട്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, അതാണ് കളിക്കൂട്ടം. ഇനി സ്പെക്ട്രം എന്താണ്? അതും ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അവരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഓട്ടിസം. ഇനി എന്താണ്? സ്പെക്ട്രം എന്താണ്? ആത്മരക്ഷ, അതായത് ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ആണ് കേട്ടോ. ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള എന്താണ്? ഒരു ബോധവൽക്കരണമാണ്. ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ആണ് കേട്ടോ. ഏത്? ആത്മരക്ഷ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജീവനി?
ജീവനി? അത് നമ്മുടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ജീവനി എന്താണ്? കോളേജ് വിദ്യാർത്ഥികളില് എന്താണ് അവർക്ക് ഒരു മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ അവരുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കുക, ഇതൊക്കെയാണ്. കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ആത്മഹത്യാ പ്രവണത കുറയ്ക്കണം, അതുപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഇതിനു വേണ്ടിയിട്ടാണ് ഏത്? ജീവനി പദ്ധതി. ഇനി ഏതാണ് സോഫ്റ്റ്? അതായത് ഈ റോഡ് അപകടങ്ങളിൽ പെടുമല്ലോ, റോഡ് അപകടം. ആ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാൻ, ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏത്? സോഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റിന്റെ ഫുൾ ഫോം സേവ് അവർ ഫെല്ലോ ട്രാവലർ എന്നാണ്. സേവ് ഓർ ഫെല്ലോ ട്രാവലർ. റോഡ് അപകടം സംഭവപ്പെടുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ഉറപ്പാക്കാനാണ്. ഇനി എന്താണ് സ്മൈല്? അതും എന്ത് തന്നെയാണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ട് അടിയന്തര ചികിത്സ നൽകുന്നതിന് തന്നെയാണ് കേട്ടോ. വൈദ്യസഹായം എന്ന് പറഞ്ഞാലും ചികിത്സ ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ സ്മൈലും എന്ത് തന്നെയാണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ടുള്ള കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. അപ്പൊ സോഫ്റ്റും സ്മൈലും എന്ത് തന്നെയാണ്? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി മൃതസഞ്ജീവനി എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ, അല്ലെ? അതായത് മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള പദ്ധതിയാണ് ഏത്? മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള പദ്ധതിയാണ് മൃതസഞ്ജീവനി. ആരാണ് ബ്രാൻഡ് അംബാസിഡർ? മോഹൻലാൽ ആണ് കേട്ടോ. ആത്മരക്ഷ എന്താണ്? ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ ആണ്. ജീവനി കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ളതാണ്. സോഫ്റ്റും സ്മൈലും റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ്. മൃതസഞ്ജീവനി മസ്തിഷ്കം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള പദ്ധതിയാണ്. അടുത്തത് ആയുർദളം. എന്താണ് ആയുർദളത്തിൽ വരുന്നത്? അതായത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ്? എയ്ഡ്സ് ബോധവൽക്കരണമാണ് ഏത് പറയുന്നത്? ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണമാണ് ആയുർദളം. ഇനി ജാഗ്രത എന്താണ്? ജാഗ്രത അതായത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മൾ ജാഗ്രത ആയിട്ട് ഇരിക്കണം കേട്ടോ. അന്യ സംസ്ഥാന തൊഴിലാളികളെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലുള്ള പകർച്ചവ്യാധികൾ കണ്ടെത്താനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനുമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജാഗ്രത. അതായത് ഇപ്പൊ അന്യ സംസ്ഥാന പശ്ചിമ ബംഗാൾ, അവിടുന്ന് ഒഡീഷ എന്നൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, അവരുടെ ഇടയിലുള്ള അവർ ഇങ്ങോട്ട് തരുന്നു എന്നല്ല, അവർക്ക് ഇടയിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇടയിലുള്ള പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് ജാഗ്രത. ഇനി ആവാസം പറയുമ്പോൾ തന്നെ അറിയാം ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ? അതും എന്ത് തന്നെയാണ്? ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ്. വെറുതെ അല്ല അവർ ഇവിടുന്ന് പോകാതിരിക്കുന്നത്, അല്ലെ? കൂടി വരികയാണ്, അല്ലെ? അന്യ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ കൂടി വരികയാണ്. കാരണം അവർക്ക് എല്ലാ സൗകര്യവും എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് ഇടയിലുള്ള പകർച്ചവ്യാധികൾ തടയാനാണെങ്കിൽ ജാഗ്രതരായിട്ടിരിക്കണം, അല്ലെ? ആവാസ് എന്താ? അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആവാസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അനുയാത്ര? നമ്മുടെ കേരളത്തെ എന്ത് ചെയ്യണം? വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കുക എന്നതാണ് പദ്ധതി. ഇനി സഹജീവനം എന്താണ്? സഹജീവനം അത് നമ്മുടെ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സഹജീവനം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സഹജീവനം. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണമാണ്. ജാഗ്രതയും ആവാസും എന്താണ്? ജാഗ്രത അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലുള്ള പകർച്ചവ്യാധികൾ തടയാൻ, ആവാസ അന്യസംസ്ഥാന തൊഴിലാളികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അനുയാത്ര കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമാക്കാനാണ് അനുയാത്ര. സഹജീവനം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അടുത്തത് എന്താണ്? പരിരക്ഷ അതും എന്ത് തന്നെയാണ്? ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുക? അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതി. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്നത്. ഇനി എന്താണ്? എൽസ?
എൽസ കുഷ്ഠരോഗ നിർമാർജനത്തിന് ഇല്ല, കുഷ്ഠരോഗ നിർമാർജനം. എൽസ പദ്ധതി എന്താണ്? കുഷ്ഠരോഗ നിർമാർജനം. അത് ആരോഗ്യ വകുപ്പിന്റെയാണ് കേട്ടോ. കുഷ്ഠരോഗ നിർമാർജനമാണ് എൽസ. ഇനി അശ്വമേധം എന്താണ്? അതും എന്ത് തന്നെയാണ്? കുഷ്ഠരോഗ നിർമാർജനം തന്നെയാണ്. എൽസ, അശ്വമേധം ഒക്കെ എന്താ തന്നെയാണ്? കുഷ്ഠരോഗ നിർമാർജനം തന്നെയാണ്. ഇനി സ്വാസ്ഥ്യം എന്താണ്? സ്വാസ്ഥ്യം അർബുദത്തെ നേരത്തെ കണ്ടെത്തുക, ക്യാൻസറിനെ നേരത്തെ കണ്ടെത്തുക. അർബുദം വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പഠിക്കുന്ന സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി എന്ത് ചെയ്യുക? അത് തടയാനും ചികിത്സ ഉറപ്പിക്കാനുമുള്ള പദ്ധതിയാണ് ഇത് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഇനി സുഹൃതം എന്താണ്? അതും സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. അപ്പൊ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന പദ്ധതി ഭിന്നശേഷിക്കാർക്കാണ്, ഇന്ന പദ്ധതി അന്യ സംസ്ഥാന തൊഴിലാളികൾക്കാണ്, ഇന്ന പദ്ധതി എയ്ഡ്സിന് വേണ്ടിയിട്ടാണ്, ഇന്ന പദ്ധതി കുഷ്ഠത്തിന് വേണ്ടിയിട്ടാണ്, ഇന്ന പദ്ധതി ഭിന്നശേഷിക്ക്. അങ്ങനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. സുഹൃതം സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ്. സുഹൃതം അതിന്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് കേട്ടോ. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. അർബുദത്തെ നേരത്തെ കണ്ടെത്താനും അത് ചികിത്സിക്കാനും തടയാനും ഒക്കെയുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഇനി എന്താണ് സമാശ്വാസം? അതായത് ഈ എന്താ പറയാ, ഡയാലിസിസ് ചെയ്യില്ലേ, അതായത് ഭയങ്കര അസുഖങ്ങളായിട്ടുള്ളവർ അല്ലെ, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? ഈ വൃക്ക, അതുപോലെ തന്നെ കരള് മാറ്റിവെക്കുക, സർജറിക്ക് വിധേയമായവർക്ക് ഒക്കെ, അതുപോലെ ഹീമോഫീലിയ രോഗികൾക്ക്, സിക്കിൾ സെൽ അനീമിയ ബാധിച്ചവർക്കൊക്കെ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അതായത് നിരന്തരമായ ചികിത്സ ആവശ്യമുള്ള ഡയാലിസിസ്, അതായത് ഡെയിലി പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് അല്ലെ, അങ്ങനെ നിരന്തരമായ ചികിത്സ ആവശ്യമുള്ള ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഈ വൃക്ക മാറ്റിവെക്കുക, കരള് മാറ്റിവെക്കുക, പിന്നെ സർജറിക്കൊക്കെ വിധേയമാകുക, ഹീമോഫീലിയ രോഗികള്, അരിവാൾ രോഗം, ഇതൊക്കെ എന്താണ്? ഇത് ബാധിച്ചവർക്കൊക്കെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ചിസ് പ്ലസ്. എന്തിനാണ് ചിസ് പ്ലസ്? മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ്. മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ചിസ് പ്ലസ്. അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതായത് ഒരു 70,000 രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് വയോമിത്രം? വയോമിത്രം അല്ലെ, എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ള മേഖലയാണ് വയോമിത്രം. 65, ഈ ഒരു വയസ്സൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സാധാരണ 60 നമ്മൾ വയോജനം എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മീതിയുള്ളവരാണല്ലോ പറയാ. അപ്പൊ ഇവിടെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആണ് എന്ത് ആരോഗ്യ പരിരക്ഷ കൊടുക്കുന്നതാണ് വയോമിത്രം പദ്ധതി കേട്ടോ. അടുത്തത് വയോമധുരം. എന്താണ്? പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് വയോമധുരം എന്ന് പറയുമ്പോൾ തന്നെ പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എന്ത് നൽകുന്നതാണ്? ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ്, സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് ഗ്ലൂക്കോമീറ്റർ കേട്ടോ. ഗ്ലൂക്കോമീറ്റർ. അടുത്തത് മിഠായി. ആണ് മിഠായി. എന്താണ് അത്? കുട്ടികളിലെ പ്രമേഹ രോഗം. ഓക്കെ, കുട്ടികളിൽ കേട്ടോ, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി പദ്ധതി. ഇനി അടുത്തത് മിഴി. മിഴി എന്താ? അതായത് ഈ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവല്ലോ, എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളില് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക്, എയ്ഡഡ് സ്കൂളുകളിലെ മിഴി എന്ന് പറയുമ്പോൾ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. മിഴി എന്ന് പറയുമ്പോൾ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. അപ്പൊ ചിസ് പ്ലസ് എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങൾ നേരിടുന്നവർക്ക് കേട്ടോ, മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. വയോമിത്രം 65 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആരോഗ്യ പരിരക്ഷയാണ്. വയോമധുരം പ്രമേഹ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്. മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗത്തിന് വേണ്ടിയിട്ടാണ് ഇത് മിഠായി, പ്രമേഹ രോഗം തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ്. അടുത്ത മിഴി എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് കണ്ണട നൽകുന്ന പദ്ധതിയാണ് മിഴി എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? മാതൃജ്യോതി.
എന്താണ് ഈ മാതൃജ്യോതി? അല്ലേ? മാതൃജ്യോതി എന്താണ്? കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. ഏതാണ്? കാഴ്ച പരിമിതി ഉള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രസവാനന്തരം അല്ലെ, കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് എന്താണ് ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ സംരക്ഷിക്കാൻ അല്ലേ, ആ പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കാൻ പ്രതിമാസം 2000 രൂപ നിരക്കിൽ സൗജന്യ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. മനസ്സിലായോ? കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി. അടുത്തത് ശ്രാവൺ. എന്താണ്? അതും കേൾവി പരിമിതർക്ക് കേൾവി കേട്ടോ, കാഴ്ചയല്ല. ശ്രാവൺ പറയുമ്പോൾ കേൾവിയാണ്, കേൾക്കുന്നതാണ്. കേൾവി പരിമിതി ഉള്ളവർക്ക്, കേൾവി പരിമിതി നേരിടുന്നവർക്ക്, അതായത് ചെവിയിൽ നമ്മൾ ഡിജിറ്റൽ ഹിയറിംഗ് ഒക്കെ വെക്കുമല്ലോ, ആ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശ്രാവൺ എന്ന് പറയുന്നത്. ഇനി എന്താണ്? കാതോരം. അതേപോലെ തന്നെ അത് ഈ കുട്ടികൾക്കാണ്. നവജാത ശിശുക്കൾ ഉണ്ടാവല്ലോ, ആ നവജാത ശിശുവിൻ്റെ അതായത് കേൾവി വികാസത്തിന് വേണ്ടിയിട്ടാണ്, ശ്രവണ വികാസം പരിശോധിച്ചിട്ട് വിദഗ്ധ സഹായം നൽകുന്ന പദ്ധതിയാണ് കാതോരം എന്ന് പറയുന്നത്. ഇനി ധ്വനി എന്താണ്? അതും എന്ത് തന്നെയാണ്? കോക്ലിയർ ഇംപ്ലാന്റ് നടത്തും അല്ലെ. നമുക്ക് ഈ ചെവി കേൾക്കാത്തവർക്ക് അല്ലെ, ചെവി കേൾക്കാത്തവർക്ക് എന്ത് ചെയ്യും? ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ഇപ്പൊ നടക്കും അല്ലെ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ഇപ്പൊ ശ്രദ്ധിക്കണേ, ധ്വനി എന്താണ്? കോക്ലിയർ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് എന്ത് ചെയ്യുക? തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ്. നമ്മൾ ഈ കോക്ലിയ ആണല്ലോ, നമ്മുടെ ചെവിയിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കോക്ലിയയിൽ തകരാറാവുന്നതാണ് അല്ലേ. അപ്പൊ അങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് എന്ത് ചെയ്യണം? വീണ്ടും ചികിത്സ വേണം അല്ലേ. ആ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ധ്വനി എന്ന് പറയുന്നത്. ഇനി ശ്രുതി തരംഗം. അതും എന്ത് തന്നെയാണ്? കുട്ടികൾക്കുള്ളതാണ് അല്ലേ. കുട്ടികൾക്ക് ആർക്കാണ്? കേൾവി തകരാറുള്ള കുട്ടികൾക്ക്, ഇതൊക്കെ ഈ വാക്കിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ. കേൾവി തകരാറുള്ള കുട്ടികൾക്ക്, അതായത് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സാ പദ്ധതിയാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സാ പദ്ധതിയാണ് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരാൾക്ക് കേൾവി തകരാറാണെങ്കിൽ, അതായത് ഇപ്പൊ കുട്ടികൾക്കാണ് കേട്ടോ, ഈ കുട്ടികൾക്ക് കേൾവി തകരാറ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ കൊടുക്കുന്ന പദ്ധതിയാണ്. എന്നാൽ ഇവിടെ എന്താണ്? ധ്വനി എന്താണ്? കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ധ്വനി എന്ന് പറയുന്നത്. ഇനി എന്താണ്? സനാഥബാല്യം. അതായത് ഈ അനാഥരായ കുട്ടികൾ ഉണ്ടാവും അല്ലേ. ഈ അനാഥരായ കുട്ടികൾക്ക് നല്ല ആരോഗ്യപൂർണവും നല്ല എന്താ പറയാ, സന്തോഷപൂർണമായിട്ടുള്ള ജീവിതമൊക്കെ അവർക്ക് വേണം അല്ലേ. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സനാഥബാല്യം. അനാഥരായ കുട്ടികൾക്കാണ് കേട്ടോ. സനാഥം, അനാഥം, അങ്ങനെ ശ്രദ്ധിക്കണേ. അനാഥം, സനാഥബാല്യം അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണമായ ജീവിതം നൽകാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. അടുത്തത് ഹൃദ്യം. അത് ആ വാക്യത്തിൽ തന്നെയുണ്ട്. 18 വയസ്സിന് താഴെയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, 18 വയസ്സിന് മുകളിലല്ല, 18 വയസ്സിന് താഴെയുള്ള, അതായത് ജനിച്ച സമയത്ത് തന്നെ ഹൃദ്രോഗം. ഓക്കെ, ജന്മസമയത്ത് തന്നെ, ജന്മനാൽ എന്താണ്? ഹൃദ്രോഗം ബാധിച്ച കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ്? ഹൃദ്രോഗം ബാധിച്ച കുട്ടികൾക്കാണ് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ജന്മനാൽ ഹൃദ്രോഗികളായ കുട്ടികളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് ഹൃദ്യം. ഇനി സ്നേഹപൂർവ്വം, വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാതാപിതാക്കൾ, മാതാ അല്ലെങ്കിൽ പിത, രണ്ടാളും എന്ത് ചെയ്തു? മരിക്കുക, അല്ലെങ്കിൽ ഒരാൾ മരിക്കുക. അങ്ങനെ ആ ജീവിച്ചിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകുമല്ലോ, ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പൊ അവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ അവരെ സഹായിക്കണം അല്ലെ. അവർക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത് സ്നേഹപൂർവം. മാതാപിതാക്കൾ മരിക്കുക, അല്ലെങ്കിൽ മാതാവ് മരിക്കുക, അല്ലെങ്കിൽ പിതാവ് മരിക്കുക, അങ്ങനെ ആകുമ്പോൾ അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, അങ്ങനെ മരിച്ച അച്ഛനും അമ്മയുടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. ഇനി എന്താണ് പ്രതീക്ഷ? അതായത് ഈ ശാരീരികവും മാനസികവുമായൊക്കെ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അവർക്ക് ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടിയിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഒന്ന് ശാരീരികം, മറ്റൊന്ന് മാനസികം ഒക്കെ ആയിട്ട് എന്തുണ്ടാകും, വെല്ലുവിളികൾ, പല പ്രശ്നങ്ങളും അല്ലേ, ശാരീരികപരമായ അസുഖങ്ങൾ ഉണ്ടാകും, മെന്റലി ഇതായിരിക്കാം. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൂടിയിട്ട് ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൂടി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആരോഗ്യ കിരണം? അത് 18 വയസ്സിന് താഴെയാണോ മേലെയാണോ എന്നുള്ളത് പഠിക്കണം. ഹൃദയം 18 വയസ്സിന് താഴെയാണ്. ആരോഗ്യ കിരണവും 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, 18 വയസ്സിന് താഴെ വരുമ്പോൾ കുട്ടികൾ തന്നെയാണ് അല്ലെ, അവർക്ക് എന്താണ് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് കേട്ടോ. ഇത് കേന്ദ്ര സർക്കാരല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ഇനി എന്താണ് താലോലം? അതായത് താലോലം എന്ന് പറയുമ്പോൾ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളുണ്ടല്ലോ, അവിടെ ചികിത്സ ലഭ്യമാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. ഇനി നയനാമൃതം. നയനം പറയുമ്പോൾ തന്നെ കണ്ണാണ് അല്ലെ. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർണ്ണ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ടുള്ള കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. അതായത് കണ്ണിലെ രോഗത്തിന്റെ പൂർണ്ണ കണ്ണിന് നമ്മൾ എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രമേഹജന്യമായ, ഇപ്പൊ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താകും, ആ കാഴ്ചയ്ക്ക് കുറവ് വരും അല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന നേത്രപടല രോഗത്തിന്റെ പൂർണ്ണ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നേത്രപടല രോഗത്തിന്റെ, കണ്ണിന്റെ തന്നെ അതിന്റെ പൂർണ്ണമായ ചികിത്സയ്ക്ക് പൂർണ്ണ പരിശോധന അതുപോലെ തന്നെ ചികിത്സ ഒക്കെയാണ് നയനാമൃതം പറയുന്നത്. അടുത്തത് അമൃതം ആരോഗ്യം. എന്താണ് അമൃതം ആരോഗ്യം? ജീവിതശൈലി രോഗങ്ങൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. അമൃതം ആരോഗ്യം എന്താണ്? ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഏതെന്ന് പറയുന്നത് അമൃതം ആരോഗ്യം. ഇനി എന്താണ് കെയർ ഓൺ വീൽസ്? അതും എന്ത് തന്നെയാണ്? ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ, അങ്ങനെ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ്. ഇവിടെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനെതിരെയുള്ള വീൽസ് പറയുമ്പോൾ തന്നെ അറിയില്ലേ, സഞ്ചരിക്കുന്ന ക്ലിനിക്കുകളാണ് ഏത് കെയർ ഓൺ വീൽസ്. ഇനി എന്താണ് ലീപ്പ്? അതും എന്ത് തന്നെയാണ്? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് എന്ന് പറയുന്നത്. മൂന്നും ജീവിതശൈലി രോഗമാണ് കേട്ടോ. അമൃതമാരോഗ്യവും ജീവിതശൈലിയാണ്, കെയർ ഓൺ വീൽസ് ജീവിതശൈലിയാണ്, ലീപ്പും ജീവിതശൈലി രോഗമാണ്. ഇനി ആർദ്ര മിഷൻ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ എന്ത് ചെയ്തു? നമുക്കറിയാം അല്ലെ, ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എന്താണ് ഇപ്പോ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറി അല്ലെ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറി. എല്ലാ പ്രാഥമിക കേന്ദ്രങ്ങളെയും ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമാക്കി. അതായത് ഇതിന്റെ ലക്ഷ്യമായിരുന്നു ആർദ്ര മിഷന്റെ ലക്ഷ്യമാണ്. ഇനി അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ കോളേജുകൾ, അതുപോലെ ജില്ലാ ആശുപത്രികളിലേക്ക് ഉണ്ടല്ലോ, അവരെയൊക്കെ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഗവൺമെന്റ് നമ്മുടെ ഓരോരോ ജില്ലയിലും ആശുപത്രികളിലല്ലോ, ഗവൺമെന്റ് ജില്ലാ ആശുപത്രി ഉണ്ടാവുമല്ലോ, അതിന്റെയൊക്കെ ഈ OP സംവിധാനം ഉണ്ടല്ലോ, OP സംവിധാനം രോഗി സൗഹൃദമാക്കുക. പിന്നെ അതിൽ വരുന്നത് സർക്കാർ ആശുപത്രികളിൽ, ഇതാണ് എപ്പോഴും PSC ചോദിക്കുക, ഈ ഓപ്ഷൻ എപ്പോഴും ചോദിക്കുക, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികളിലെ, ഇതാണ് എപ്പോഴും ചോദ്യം ചോദിച്ചിട്ടുള്ളത് കേട്ടോ, സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിക്കാറുണ്ട്. ആർദ്ര മിഷൻ.
നമ്മൾ എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും നമ്മൾ നോക്കിക്കഴിഞ്ഞു, എല്ലാ പദ്ധതികളും നമ്മൾ ആഡ് ചെയ്തു വരും. ഇനി നമുക്ക് കോശത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ബയോളജി എന്ത് ചെയ്യാണ്, 10 മാർക്കിനുള്ളത് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 3 ക്ലാസ്സുകൾ, വേറെ ഒരു ക്ലാസ്സും കൂടിയിട്ട് നമ്മൾ ഈ 16 ഡേയ്സ് ചാലഞ്ചിൽ ഒരു ക്ലാസ്സും കൂടി കിടക്കുന്നുണ്ട്. നമ്മുടെ ആ ഉളിപ്പല്ലുകൾ കോമ്പല്ലുകളൊക്കെ പഠിച്ചിട്ട് ലെസൺ ഇല്ലേ, അതും കൂടി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒപ്പം വരുന്ന ആൾക്കാരാണല്ലോ, അപ്പം ഞാനത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം പഠിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ബയോളജി ഇന്നത്തോട് കൂടിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ് കേട്ടോ. അപ്പം ഇനി എന്താണ് കോശം? എന്താണ് കോശം? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ ഘടകമാണ് അല്ലെ. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ജീവികളുടെ ഘടനാപരവും പിന്നെ എന്താണ് പറയുക, ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിലൂടെ അല്ലെ, മൈക്രോസ്കോപ്പിന്റെ സഹായത്താലാണ് എന്ത് ചെയ്തത്? കോശങ്ങളെ ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. അങ്ങനെ കോശത്തെ കുറിച്ചിട്ട് മൈക്രോഗ്രാഫിയ എന്ന ബുക്ക് അല്ലെ, മൈക്രോഗ്രാഫിയ എന്ന പുസ്തകം രചിച്ചതും റോബർട്ട് ഹുക്കാണ്. അപ്പൊ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. മൈക്രോസ്കോപ്പിലൂടെയാണ് അദ്ദേഹം കോശങ്ങളെ നിരീക്ഷിച്ചത്. അതുപോലെ തന്നെ കോശത്തെ കുറിച്ച് മൈക്രോഗ്രാഫി എന്ന പുസ്തകം അദ്ദേഹം രചിക്കുകയും ചെയ്തു. എന്നാൽ ജീവനുള്ള കോശങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ആന്റൺ വാൻ ലൂവൻഹോക്കാണ്. ജീവനുള്ള കോശങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ജീവനുള്ള കോശങ്ങൾ കണ്ടെത്തിയത് ആന്റൺ വാൻ ലൂവൻഹോക്ക്. ആണ് ജീവനുള്ള കോശങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്. എന്നാൽ എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് പറഞ്ഞത്, എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? MJ ശ്ലീഡനാണ്. MJ എന്ന് പറഞ്ഞാൽ മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ എന്നാണ് കറക്റ്റായ നാമം. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് MJ ശ്ലീഡനാണെങ്കിൽ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർഷാനാണ്. ഓക്കെ ആണോ? എങ്കിൽ ഇവർ 2 പേരും കൂടി ചേർന്നിട്ടാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ആരാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്? MJ ശ്ലീഡനും തിയോഡർഷാനും ചേർന്നിട്ടാണ്. ഇനി എന്തൊക്കെയാണ് ആ കോശ സിദ്ധാന്തത്തിലെ ആശയങ്ങൾ എന്ന് പറയുന്നത്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. എന്താണ്? എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്നും പറഞ്ഞു. ഓക്കെ ആണോ? ഇതാണ് കോശ സിദ്ധാന്തത്തിലെ 2 ആശയങ്ങൾ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ കോശ സിദ്ധാന്തത്തിൽ ആവിഷ്കരിച്ചത് MJ ശ്ലീഡനും തിയോഡർഷാനുമാണ്. കോശ സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ: എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ ഈ കോശ സിദ്ധാന്തത്തെ ഒന്ന് പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. റുഡോൾഫ് വിർഷോയാണ് ഈ കോശ സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചത്. റുഡോൾഫ് വിർഷോ. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാണ്? കോശകേന്ദ്രം, അതായത് ന്യൂക്ലിയസ്. കോശകേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. കോശകേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. റോബർട്ട് ബ്രൗൺ ആണ്. ആരാണ്? റോബർട്ട്. അപ്പൊ കോശ സിദ്ധാന്തം പഠിക്കണം, കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് പഠിക്കണം, കോശത്തിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശകേന്ദ്രം കണ്ടെത്തിയത് ആരാന്ന് പഠിക്കണം. റോബർട്ട് ബ്രൗൺ ആണ്. കോശകേന്ദ്രം കണ്ടെത്തിയത് അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. പിന്നെ നമുക്ക് ഈ കോശത്തെ കുറിച്ചിട്ട് പഠിക്കാനുള്ളതില് ഒന്ന്, ഈ നമ്മുടെ സസ്യകോശം ഉണ്ടല്ലോ, സസ്യകോശങ്ങള്. ആ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ, അത് ജന്തുകോശത്തിൽ ഉണ്ടാവില്ല. സസ്യകോശങ്ങളിൽ മാത്രം
സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? കോശഭിത്തിയും ജൈവ കണങ്ങളുമാണ്. പ്രീവിയസ് ചോദ്യങ്ങളാണ് കേട്ടോ. കോശഭിത്തിയും ജൈവ കണങ്ങളുമാണ്. ഓക്കെ, സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം കോശഭിത്തിയും ജൈവ കണങ്ങളും. എന്നാൽ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രിയോളുകളാണ്. ഏതാണ്? സെൻട്രിയോളുകളാണ്. സെൻട്രിയോളുകളാണ്. എങ്കിൽ ഏറ്റവും ചെറിയ കോശം ഏതാ? ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയാണ്. ഏതാണ്? മൈക്കോപ്ലാസ്മയാണ് ഏറ്റവും ചെറിയ കോശം എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വലിയ കോശം പഠിക്കണ്ടേ? ഏറ്റവും വലിയ കോശം ഏതാണ്? നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ്. ഏതാണ്? ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് വലിയ കോശം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അത് അണ്ഡമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? അത് പുംബീജം. അതെന്താണ്? പുംബീജമാണ്. അണ്ഡവും പുംബീജവും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം അണ്ഡം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം. ഏറ്റവും ചെറിയ കോശം ഏതെന്ന് ചോദിച്ചാൽ മൈക്രോപ്ലാസ്മ, ഏറ്റവും വലിയ കോശം ഏതെന്ന് വെച്ചാൽ ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. ഓക്കെയാണോ? കോശ സിദ്ധാന്തം പരിഷ്കരിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോയാണ്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോശകേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് കോശഭിത്തിയും ജൈവകണവും. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശഭിത്തിയാണ് സെൻട്രിയോളുകൾ. ഓക്കെയാണോ? ഇനി കോശാംഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കോശാംഗങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് ഗോൾഗി വസ്തുക്കൾ, അതുപോലെ തന്നെ അന്തർദ്രവ്യ ജാലിക, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കോശാംഗങ്ങളാണ് ഈ 3 അതിൽ ഗോൾഗി വസ്തുക്കൾ പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട കോശാംഗമായ ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഒരു കോശത്തിലുണ്ടല്ലോ, ഒരു കോശത്തില് ശ്രദ്ധിക്കണേ, പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ, ഒരു കോശത്തില് അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഏത്? ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ്. ഓക്കെ ആണോ? ഇനി ഈ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, പ്രോട്ടീനുകള്, ഈ പ്രോട്ടീന് അതുപോലെ തന്നെ ലിപ്പിഡുകള്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ കോശത്തിന് പുറത്തേക്കും ഒക്കെ അയക്കുന്നത് ഈ ഗോൾഗി വസ്തുക്കൾ എന്ന കോശാംഗമാണ്. ഇനി എന്താണ് അന്തർദ്രവ്യ ജാലിക? കോശത്തിനുള്ളില് കുഴലുകളുടെ ശൃംഖലയായിട്ട് കാണപ്പെടുന്ന ഒരു സംവഹനമാണ് ഏത്? ഈ അന്തർദ്രവ്യ ജാലിക എന്ന് പറഞ്ഞത്. കോശത്തിനുള്ളില് കുഴലുകളുടെ ശൃംഖലയായിട്ട് കാണപ്പെടുന്ന കോശാംഗമാണ് ഏത്? അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത്. കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്നതും നീക്കം ചെയ്യുന്നതും, ഇവിടെ കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, മനസ്സിലായി? കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതും നീക്കം ചെയ്യുന്നതും അന്തർദ്രവ്യ ജാലികയാണ്. അപ്പൊ ഗോൾഗി വസ്തുക്കൾ എന്താ പറഞ്ഞത്? ഒരു കോശത്തില് അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്നതും പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും കോശത്തിനുള്ളിലേക്കും പുറത്തേക്കും ഒക്കെ എത്തിക്കുന്നതും ഗോൾഗി വസ്തുക്കളാണ്. എന്നാൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുമ്പോൾ കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലകളായിട്ട് കാണപ്പെടുന്നത് അന്തർദ്രവ്യ ജാലികയാണ്. എല്ലാ വസ്തുക്കളെയും, അല്ലെ, കോശത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും, അവയെല്ലാം എന്ത് ചെയ്യാണ്? നിർമ്മിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? അന്തർദ്രവ്യ ജാലികയാണ്. ഇനി എന്താണ് മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞത്? മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശത്തിന്റെ ഊർജ ഉൽപാദന കേന്ദ്രമാണ്. കോശത്തിന്റെ ഉൽപാദന കേന്ദ്രം. ഊർജം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് മൈറ്റോകോൺട്രിയ ആണ്. കോശത്തിന്റെ ഊർജ ഉൽപാദന കേന്ദ്രമാണ് ഇത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് കേട്ടോ.
ഇനി കോശത്തിനുള്ളിലെ ജൈവകണങ്ങൾ, ഇപ്പൊ കോശത്തിനുള്ളിലെ കോശാംഗങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. ഗോൾഗി വസ്തുക്കൾ, അന്തർദ്രവ്യ ജാലിക, അതുപോലെ മൈറ്റോകോൺട്രിയ പറഞ്ഞു. ഇനി കോശത്തിനുള്ളിലെ ജൈവകണങ്ങളാണ് ഫേനവും റൈബോസോമും. ഏതാണ്? ഫേനവും റൈബോസോമും. മനസ്സിലായോ? കോശത്തിനുള്ളിലെ ജൈവകണങ്ങളാണ് ഏതാണ്? ഫേനം, അതുപോലെ തന്നെ റൈബോസോം. എന്താണ് ഈ ഫേനത്തിന്റെ ധർമ്മം? ജലം, ശ്രദ്ധിക്കണേ, ജലം, അതുപോലെ തന്നെ പോഷകങ്ങൾ, ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ, ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നത് ഫേനമാണ്. സസ്യകോശങ്ങളിൽ എപ്പോഴും എന്തായിരിക്കും? സസ്യകോശങ്ങളിൽ എപ്പോഴും വലിയ ഫേനങ്ങളായിരിക്കും കാണപ്പെടുക കേട്ടോ. വലിയ ഫേനങ്ങളായിരിക്കും കാണപ്പെടുക. ഫേനം എന്ന് പറയുമ്പോൾ ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നതും സസ്യകോശങ്ങളിൽ വലിയ ഫേനങ്ങളാണ് കാണപ്പെടുന്നതും. ഈ അടുത്ത റൈബോസോം എന്താ നമുക്ക് പഠിക്കുന്നത്? നമ്മുടെ എന്താണ്? കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. കോശത്തിലെ വെരി ഇമ്പോർട്ടൻറ്റ്, കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോം എന്ന് പറഞ്ഞാൽ കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. ഇത് കോശദ്രവ്യത്തിൽ എന്ത് ചെയ്യാണ്? കോശദ്രവ്യത്തില് ഒന്നുമില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യും? അന്തർദ്രവ്യ ജാലികയോട് ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അന്തർദ്രവ്യ സ്വതന്ത്രമായിട്ട് നിന്നുകൊണ്ട് അന്തർദ്രവ്യ ജാലികയോട് അടുത്താണ് ഏത് ചെയ്യുന്നത്? റൈബോസോം സ്ഥിതി ചെയ്യുന്നത്. കോശദ്രവ്യത്തിൽ ഒന്നുമില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട്, അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഈ പ്രൊകാരിയോട്ടിക് കോശങ്ങൾ ഉണ്ടാവുമല്ലോ, പ്രൊകാരിയോട്ടിക്, പിന്നെ നമ്മൾ ഇതിന്റെ എന്താ പറയാ, യുഗാരിയോട്ടിക് അല്ലെ. പ്രൊകാരിയോട്ടിക്, യുഗാരിയോട്ടിക് കോശങ്ങളിലൊക്കെ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പൊ റൈബോസോം എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. ഒന്നുമില്ലെങ്കിൽ ഇത് സ്വതന്ത്രമായിട്ട്, അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. പ്രൊകാരിയോട്ടിക്കുകളിലും അതുപോലെ തന്നെ യുഗാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും സെറ്റിൽഡാ? അപ്പോ ക്ലാസ്സുകൾ എന്ത് ചെയ്യാ? എന്തായാലും നിങ്ങൾ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മൾ 30 ഡേയ്സ് ചാലഞ്ച് എന്ന് പറയില്ല, എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. പിന്നെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത്, ഞാൻ 2026 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്നലെ ഒരു എക്സാം നടന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. കാരണം അതൊരു LGS ലെവലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കറിയാം ഒരു പ്രിലിംസ് എക്സാം ആണ്, മെയിൻസ് അല്ല, പ്രിലിംസ് ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ മാതൃകകൾ ആരംഭിക്കും. ആ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കണക്റ്റഡ് ഫാക്ട്സ് ധാരാളം പഠിക്കേണ്ടതുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തത് 3/2026 ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. 2-3 ക്ലാസ് ആയിട്ടാണ് അത് കഴിയുകയുള്ളൂ. കാരണം നമ്മൾ അത്രയും എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണല്ലോ നമ്മളത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും വർക്ക്ഔട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 2-3 കാര്യങ്ങൾ പറയാം, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം, 2-3 കാര്യങ്ങൾ പറയാം, അതായത് നമുക്ക് എത്തില്ലല്ലോ. ആ ഒരു ടോപ്പിക്ക് തരുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ PSCക്ക് അത് ആ മേഖല PSC വീണ്ടും ചോദിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ നമുക്ക് ചെയ്യാനും കഴിയണം അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ സമയത്ത് ഇന്നലെ നടന്ന LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നന്നായിട്ട് അടിച്ചു ബന്ധിപ്പെടുത്താൻ നന്നായിട്ട് ഉപകരിക്കും അടുത്ത എക്സാമിന്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഏകദേശം അടുപ്പിച്ചിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാകുക. കേട്ടോ. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാരെ വളരെയധികം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വീഡിയോക്കൊക്കെ ഒന്ന് ഹൈപ്പ് കൊടുക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.